Good morning to all. Today we discussed about the section 36A, that is charge on movable or immovable property of borrower by creating gahan. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 38 ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ബോറോവറിൻ്റെ മൂവബിൾ ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടിമ ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 36A ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ക്രിയേറ്റിംഗ് എ ഗഹാൻ. ഗഹാൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിമ ഒരു സ്പെഷ്യൽ ചാർജ് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് ആ ഒരു ബോറോവറിൻ്റെ മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമ ഒരു സ്പെഷ്യൽ ചാർജ് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് ഗഹാൻ എന്ന് പറയുന്നത്. സോ ഈ ഗഹാനെ കുറിച്ചാണ് സെക്ഷൻ 36A ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ charge on movable or immovable property of a borrower in favor of the state cooperative bank or primary agriculture credit society, primary housing society or urban cooperative society or any primary cooperative society dealing with credit activities may be created by gahan in respect of which the provision of subsection 10 to 15. So that subsection 10 to 15 is included of the Kerala Cooperative Agriculture and Rural Development Banks Act 1984 as shall apply with the modification of substitution of word state cooperative and district cooperative bank. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കില്ലേ. ദാറ്റ് മീൻസ് നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, അതായത് മൂവബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രെഡിറ്റ്സോ നമ്മൾ ബോറോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്പെസിഫിക് ചാർജ് ഇതിന്മേ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട്. ദാറ്റ് മീൻസ് നമ്മളൊരു ഇൻട്രസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നമ്മുടെ ഈ സെക്ഷൻ 36A പറയുന്നത്. ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ബോറോവർ ബൈ ക്രിയേറ്റിംഗ് എ ഗഹാൻ. സോ അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയോ പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റിയോ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റിയോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കോ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സോ, അതായത് ഏതൊരു ബാങ്ക് ആയിക്കോട്ടെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എവിടെ നിന്നൊക്കെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ തന്നെ ഒരുപാട് ഫങ്ഷൻസ് നടത്തുന്ന സൊസൈറ്റീസ് ഉണ്ടായിരിക്കില്ലേ. ആ സൊസൈറ്റിയുടെ അങ്ങനെ ഏതൊരു സൊസൈറ്റിയും ആയിക്കോട്ടെ ആ സൊസൈറ്റിയുടെ അണ്ടറിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവിടുത്തെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു അവിടെ ഈടായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടുള്ളൂ. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും അവിടെ ഈട് നൽകുമ്പോൾ അതിന് നമ്മൾക്ക് അവരൊരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും. ആ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കില്ല. നമ്മൾ അതിനൊരു പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പറയുന്നതാണ് ഗഹാൻ. സോ അതാണ് നമ്മൾ ഈ സെക്ഷൻ 36A പറയുന്നത് ക്രിയേറ്റിംഗ് ഗഹാൻ. ദാറ്റ് മീൻസ് the gahan means a special charge on movable or immovable property in favor of the state cooperative bank and etc. അതായത് ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൂവബിൾ ആയിക്കോട്ടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ദാറ്റ് മീൻസ് നമ്മുടെ അസറ്റ് എന്തും ആയിക്കോട്ടെ അതിന് ഒരു പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ചാർജ് നമ്മൾ ഈ സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ചാർജിനെ നമ്മൾ പറയുന്നതാണ് ഗഹാൻ. സോ ഇതാണ് സെക്ഷൻ 36A ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ മൂവബിൾ പ്രോപ്പർട്ടിമ അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടിമ ചാർജ് ചെയ്യുന്ന സ്പെഷ്യൽ റേറ്റ് ഓഫ് ചാർജിനെയാണ് ഗഹാൻ. അതാണ് ഈ സെക്കൻഡ് സ്ലൈഡിലും പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ നമ്പർ 52 ആണ്. സോ റൂൾ നമ്പർ 52 ഡീൽസ് വിത്ത് ഡീലിംഗ് ഫ്രം സാലറി ഓർ വേജ്. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും ലോൺസോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ആരിലാണോ എടുക്കുന്നത് അവരുടെ സാലറിയിൽ നിന്ന് വേജിൽ നിന്ന് കട്ടാക്കുന്ന കാര്യം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതേക്കുറിച്ചുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് റൂൾ നമ്പർ 52 പറയുന്നത്. So this rule deal with the procedure regarding the deduction from the salary or wages of the employees who execute an agreement with the society under section 37.
ദാറ്റ് മീൻസ് നമ്മൾ സെക്ഷൻ 37 ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു പേഴ്സൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും ബോറോയിങ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു നിശ്ചിത എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് അവരുടെ സാലറിയിൽ നിന്നോ വേജിൽ നിന്നോ ആയിരിക്കും. അതാണ് സെക്ഷൻ 37 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് റൂൾസ് ആൻഡ് പ്രൊവിഷൻസ് ആണ് റൂൾ നമ്പർ 52 പറയുന്നത്. സോ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞത് അതാണ്. സെക്ഷൻ 37 പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡിഡക്ഷൻസ് നടത്തുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് റൂൾ ഓൺ execution of agreement, the society has intimate this fact to the employer or paid disbursing officer by registered post boy or by local delivery. That means നമ്മുടെ ബോറോവർ അല്ലെങ്കിൽ ഏതൊരു പേഴ്സൺ ആണോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ബോറോയിങ്സ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുത്തിരിക്കുന്നത്, അതൊരു എഗ്രിമെൻറ്റ് പ്രകാരമായിരിക്കും ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവർ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എംപ്ലോയർക്ക് അല്ലെങ്കിൽ ആരാണോ ഡീംബേഴ്സിംഗ് ഓഫീസർക്ക് അവർക്ക് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ലോക്കൽ ഡെലിവറി ഈ എഗ്രിമെൻറ്റിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ അവർ പാസ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ഡീംബേഴ്സിംഗ് ഓഫീസറിനെ അല്ലെങ്കിൽ എംപ്ലോയറിനെ ഇതേക്കുറിച്ച് അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നിന്നാണ് നമ്മൾക്ക് സാലറി കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെഡ് ആരാണോ ആ ഹെഡിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അണ്ടറിലുള്ള ഇന്നൊരു എംപ്ലോയി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഇത്ര എമൗണ്ട് ലോൺ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് അവരുടെ സാലറിയിൽ നിന്ന് കട്ടാക്കുന്നതായിരിക്കും അവരുടെ ഓഫീസർ എംപ്ലോയർ ആരാണോ അല്ലെങ്കിൽ ആ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഡിംബേഴ്സിംഗ് ഓഫീസർ ആരാണോ അവർക്ക് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേനയോ അല്ലെങ്കിൽ ലോക്കൽ ഡെലിവറി ആയിട്ടോ ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. Further, the society has to furnish a certified copy of the agreement. That means ഈ സർട്ടിഫൈഡ് കോപ്പി എന്ത് ചെയ്യണം, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ ഈ സാലറി കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ പറയുന്നത് ഓൺ റിസീപ്റ്റ് ഓഫ് ദ ഇൻറ്റിമേഷൻ ഫ്രം ദ സൊസൈറ്റി ദ എംപ്ലോയർ ഓർ പേ ഡിംബേഴ്സിംഗ് ഓഫീസർ ഹാസ് ടു മേക്ക് എ നോട്ട് ഓഫ് ദ എഗ്രിമെൻറ്റ് ഇൻ കൺസേൺ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ ഹിം. അതായത് ഇങ്ങനൊരു എഗ്രിമെൻറ്റ് നമ്മൾ ഈ ഓഫീസർക്ക് അല്ലെങ്കിൽ എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഡീംബേഴ്സിംഗ് ഓഫീസർക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നു പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ എഗ്രിമെൻറ്റ് ഇവർ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എംപ്ലോയർ ഓർ ഈ ഡീംബേഴ്സിംഗ് ഓഫീസർ ആ കൺസേൺഡ് രജിസ്റ്റർ, അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കെപ്റ്റ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്ററിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഇന്ന എംപ്ലോയി ഇന്ന അണ്ടറിൽ ലോൺ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററിൽ കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് സബ് റൂൾ 2 ഇൻസിസ്റ്റ് ദാറ്റ് ദ സൊസൈറ്റി ഈസ് ടു സെൻഡ് എ എംപ്ലോയർ ഓർ പേ ഡിംബേഴ്സിംഗ് ഓഫീസർ എ റിക്വസിഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം നമ്പർ 9 every month of recovery. Such a letter should be sent at least 7 days before last working day of the month. അപ്പം സബ് റൂൾ 2 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ എംപ്ലോയർക്ക് അല്ലെങ്കിൽ പേ ഡിംബേഴ്സിംഗ് ഓഫീസർക്ക് ഒരു റിക്വസിഷൻ ഫോം 9 പ്രകാരമായിട്ട് ഉള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ എവരി മന്തിലും അയക്കും. എന്താണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഡേറ്റിൽ നമ്മുടെ എമൗണ്ട് സാലറിയിൽ നിന്ന് കട്ടാവുന്നുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. Such a letter should be sent at least 7 days before the last working day of the month. അതായത് നമ്മുടെ മന്തിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേക്ക് 7 ദിവസം മുന്നേ ആയിരിക്കണം നമ്മൾ ഈ ലെറ്റർ എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഡിസ്ഇംബേഴ്സിംഗ് ഓഫീസർക്ക് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ സബ് റൂൾ 2 പറയുന്നത് ഇതാണ്. നമ്മുടെ എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഡിംബേഴ്സിംഗ് ഓഫീസർക്ക് സൊസൈറ്റി ഫോം 9 പ്രകാരം ഉള്ളൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഈ റിക്കവറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ റിക്വസിഷൻ സെൻഡ് ചെയ്യും. ഇത് സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മന്തിലെ ലാസ്റ്റ് 7 വർക്കിംഗ് ഡേയ്സിന് മുന്നേ ആയിട്ടായിരിക്കണം ഈ റിക്വസിഷൻ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് പറയുന്നത് സബ് റൂൾ 3 ആണ്. സബ് റൂൾ 3 പറയുന്നത് a member who executed the agreement shall intimate the society any changes in his office or place of employment within a week of such change. On receipt of such intimation, the society is sent a requisition by registered post regarding the execution of agreement to the new pay disbursing officer and also furnish him to certified copy of agreement.
The pay reimbursing officer or employer has to make note on this concerned register. അപ്പോൾ സബ് റൂൾ 3 പറയുന്നത് നമ്മുടെ മെമ്പർ, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ബോറോ ചെയ്തിരിക്കുന്ന മെമ്പർ അവരുടെ ഓഫീസോ അല്ലെങ്കിൽ പ്ലേസോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെന്നുണ്ടെങ്കിൽ, അതായത് ചിലവർക്ക് ജോലി മാറ്റം കിട്ടും, ചിലവർക്ക് ട്രാൻസ്ഫർ ആവും, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചേഞ്ച് വരുന്നതിനും 1 വീക്ക് മുമ്പേ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ഈ കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഇൻഫോം ചെയ്യുന്നതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ റീഇംബേഴ്സിങ് ഓഫീസർ ആരാണോ അല്ലെങ്കിൽ പുതിയ എംപ്ലോയർ ആരാണോ അവർക്ക് നോർമലി നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ റിക്വസിഷൻ ഫോം, അതായത് ഈ എഗ്രിമെൻറ്റ് പുതിയ എംപ്ലോയർക്ക് അല്ലെങ്കിൽ റീഇംബേഴ്സിങ് ഓഫീസർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊവിഷൻ പ്രകാരം പോലെയുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്തിരിക്കുന്നത് ഈ റീഇംബേഴ്സിങ് ഓഫീസർ അല്ലെങ്കിൽ ന്യൂ എംപ്ലോയർ അവരുടെ പുതിയ രജിസ്റ്ററിൽ കെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ സബ് റൂൾ 3 പറയുന്നത് ഇതാണ്: നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ബോറോ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് അവരുടെ ജോലിയിൽ എന്തെങ്കിലും സ്ഥലം മാറ്റം വരെയോ അല്ലെങ്കിൽ വേറൊരു ജോബിലേക്ക് എൻ്റർ ആവോ ചെയ്യുകയാണെങ്കിൽ അവരുടെ സാലറിയിൽ നിന്ന് തന്നെയാണ് ഈ നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് കട്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ, ഈ ആരാണോ ബോറോ ചെയ്തിരിക്കുന്ന ആ പേഴ്സൺ 1 വീക്ക് മുമ്പേ തന്നെ ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ചേഞ്ചസ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ റീഇംബേഴ്സിങ് ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയറിനെ ഇൻഫോം ചെയ്തുകൊണ്ടുള്ളൊരു എഗ്രിമെൻറ്റും അവർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന എഗ്രിമെൻറ്റ് ഈ റീഇംബേഴ്സിങ് ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയർ അവർ കെപ്റ്റ് ചെയ്യുന്ന രജിസ്റ്ററോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് സബ് റൂൾ 3 പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സബ് റൂൾ 4. The amount deducted from the salary or wages of the employee shall be remitted by the employer or pay reimbursing officer to the society within 7 days. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും നമ്മുടെ സാലറി കട്ടാവുന്നത്. സോ അപ്പോൾ നമ്മുടെ സാലറി ഒരു പെർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും നമ്മുടെ അക്കൗണ്ട്സിലോട്ട് വരുന്നത്. സോ നമ്മുടെ എമൗണ്ട് ഓഫ് സാലറി ഓർ വേജസ് ഓഫ് ദ എംപ്ലോയി ഷാൽ ബി റെമിറ്റഡ് ബൈ ദ എംപ്ലോയർ ഓർ ഡീംബേഴ്സിങ് ഓഫീസർ. അപ്പോൾ എംപ്ലോയർ അല്ലെങ്കിൽ ഡീംബേഴ്സിങ് ഓഫീസറാണ് നമ്മുടെ സാലറി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏത് എമൗണ്ടാണ് ഏത് ഡേറ്റിനാണോ ഈ ഇൻട്രസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ഡേറ്റിന് 7 ഡേയ്സ് മുന്നേ തന്നെ ഈ റീഇംബേഴ്സിങ് ഓഫീസർ അല്ലെങ്കിൽ ഈ എംപ്ലോയർ അവരുടെ സാലറി അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് പറയുന്നത്: ദ എമൗണ്ട് ഡിഡക്റ്റഡ് ഫ്രം ദ സാലറി ഓർ വേജസ് ഓഫ് ദ എംപ്ലോയി ഷാൽ ബി റെമിറ്റഡ് ബൈ ദ എംപ്ലോയർ ഓർ പേ റീഇംബേഴ്സിങ് ഓഫീസർ ടു ദ സൊസൈറ്റി വിത്തിൻ 7 ഡേയ്സ്. വിത്തിൻ 7 ഡേയ്സിന് മുന്നേ തന്നെ ഈ റീഇംബേഴ്സിങ് ഓഫീസർ അല്ലെങ്കിൽ ഈ എംപ്ലോയർ അവരുടെ സാലറി എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് സബ് റൂൾ 5 ആണ്. ദ സബ് റൂൾ 5 ഇൻസിസ്റ്റ് ദാറ്റ് അലോങ് വിത്ത് ദ റെമിറ്റൻസ് ഓഫ് എംപ്ലോയർ ഓർ പേ റീഇംബേഴ്സിങ് അതോറിറ്റി has to furnish a statement of prescribed form showing details of recovery and cost of remittance of the money of the society. Such cost of remittance is to be met from the society's fund. സബ് റൂൾ 5 എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടായിരിക്കും. അതായത് ആ ഫോം നമ്പർ 10 ആണ്. ആ ഫോം നമ്പർ 10 പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ റിക്കവറി ഡീറ്റെയിൽസും കോസ്റ്റ് ഓഫ് റെമിറ്റൻസും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മൾ എംപ്ലോയർ അല്ലെങ്കിൽ ഡീംബേഴ്സിങ് ഓഫീസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Rule number 5 insists that along with the remittance, the employer or reimbursing officer authority has to furnish a statement. അതായത് എംപ്ലോയർ അല്ലെങ്കിൽ ഈ പേ ചെയ്യുന്ന ഡിസംബേഴ്സിങ് അതോറിറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ എത്ര എമൗണ്ടാണ് പേ ചെയ്തിരിക്കുന്നത്, എത്ര എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഈ എമൗണ്ട് ഓഫ് മണി നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ അക്കൗണ്ടിലോട്ടല്ലേ ക്രെഡിറ്റ് ആയിട്ട് ഉള്ളതെന്നുള്ള കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയർ അല്ലെങ്കിൽ റീഇംബേഴ്സിങ് ഓഫീസറാണ് ആ എമൗണ്ട് ഓഫ് മണി ക്രെഡിറ്റ് ചെയ്യുന്നത്. സോ ആ എമൗണ്ട് ഓഫ് മണി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് തന്നെയല്ലേ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവരൊന്ന് എൻഷുർ ചെയ്തിരിക്കണം. അതാണ് റൂൾ നമ്പർ
5, sub rule number 5 പറയുന്നത്. Next is sub rule 6. It provides that the receipt of money from the employer or pay disbursing officer, the society shall promptly issue the receipt of the same. അതായത് എംപ്ലോയർ അല്ലെങ്കിൽ ഡിസ്ബേഴ്സിങ് ഓഫീസറാണ് ഈ എമൗണ്ട് ഓഫ് മണി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ പേ ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റെസിപ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം നമ്മൾ ഇത്ര എമൗണ്ട് ഓഫ് മണി അവർക്ക് ട്രാൻസ്ഫർ ചെയ്തു, അത് അവർ ആക്സെപ്റ്റ് ചെയ്തു എന്നറിയാനായിട്ട് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റെസിപ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് സബ് റൂൾ 6 പറയുന്നത്. നെക്സ്റ്റ് ഈസ് sub rule 7. The sub rule 7 is the amount so released by the society from the member should be credited to his account with effect from the date of deduction by the employer or pay reimbursing officer irrespective of the date in which amount is actually received by the society. The particulars of the amount received should be furnished by the society the member is concerned. സോ സബ് റൂൾ 7 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എംപ്ലോയർ അല്ലെങ്കിൽ ഡിസ്ബേഴ്സിങ് ഓഫീസർ ഈ എമൗണ്ട് ഓഫ് മണി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ഈ പ്രൊവൈഡ് ചെയ്യുന്ന മണി നമ്മുടെ ആരാണോ ബോറോ ചെയ്തിരിക്കുന്നത്, ഏത് മെമ്പറാണോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എമൗണ്ട് ബോറോ ചെയ്തിരിക്കുന്നത് ആ പേഴ്സൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കണം ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവേണ്ടത്. ഇങ്ങനെ ആ പേഴ്സൻ്റെ ബോറോ ചെയ്തിരിക്കുന്ന പേഴ്സൻ്റെ അക്കൗണ്ടിലേക്ക് ഈ മണി ക്രെഡിറ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇൻട്രസ്റ്റ് ഈ എമൗണ്ടിൽ നിന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിഡക്റ്റ് ചെയ്യും. സോ അതാണ് സബ് റൂൾ 7 പറയുന്നത്. ദ എമൗണ്ട് സോ റിലീസ്ഡ് ബൈ ദ സൊസൈറ്റി ഫ്രം ദ മെമ്പർ ഷുഡ് ബി ക്രെഡിറ്റഡ് ഹിസ് അക്കൗണ്ട് with the effect from the date of deduction from the employer or disbursing officer irrespective of the date which amount is actually received by the society. അപ്പോൾ ചിലപ്പോൾ സൊസൈറ്റിയിലേക്ക് ആക്ച്വലി റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10-ാം തീയതി ആയിരിക്കും, ചിലപ്പോൾ 15-ാം തീയതി ആയിരിക്കും അവരുടെ ഇൻട്രസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെബിറ്റ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് എന്നാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ റീംബേഴ്സിങ് ഓഫീസർക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. എന്നാണോ ആക്ച്വലി ഇവരുടെ ഡേറ്റ് വരുന്നത് ആ ഡേറ്റിലായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നത്. സോ ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനേക്കാളും മുന്നേ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പറിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഈ എംപ്ലോയറുടെ അല്ലെങ്കിൽ ഡിസ്ബേഴ്സിങ് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 8, സബ്സെക്ഷൻ 8 ആണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് provides that the employer for the pay disbursing officer has to maintain a register in a prescribed form, that is form number 11, showing recovery and remit to its society. That means സെക്ഷൻ 9 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ അല്ലെങ്കിൽ ഡിസ്ബേഴ്സിങ് ഓഫീസർ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് ഫോം നമ്പർ 11 എന്നുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ള രജിസ്റ്റർ എംപ്ലോയർ അല്ലെങ്കിൽ ഡിസ്ബേഴ്സിങ് ഓഫീസർ ഈ രജിസ്റ്റർ കെപ്റ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റിക്കവറിയുമായിട്ട്, അതായത് നമ്മുടെ എമൗണ്ട് റിക്കവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതേപോലെ തന്നെ നമ്മുടെ റെമിറ്റൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ സബ്സെക്ഷൻ 8 പ്രൊവൈഡ് ചെയ്യുന്ന ഫോം നമ്പർ 11 ഉണ്ടായിരിക്കുന്നത്. സോ സബ്സെക്ഷൻ 8 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ ഡിസ്ബേഴ്സിങ് ഓഫീസർ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റർ ഫോം നമ്പർ 11 പ്രകാരം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. ആ ഫോം നമ്പർ 11 മെയിൻലി ഷോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റിക്കവറി, അതേപോലെ തന്നെ റെമിറ്റൻസ്, നമ്മൾ എത്രത്തോളം എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഇനി എത്രത്തോളം എമൗണ്ട് നമുക്ക് ബാലൻസ് ഉണ്ട്, ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ സബ്സെക്ഷൻ 8 ഫോം നമ്പർ 11 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്ത് സെക്ഷൻ 36A അതേപോലെ തന്നെ റൂൾ നമ്പർ 52 ആണ്. സോ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ നോട്ട് ഓൺ റൂൾ നമ്പർ 52, ദാറ്റ് മീൻസ് ഡിഡക്ഷൻ ഫ്രം സാലറി ഓർ വേജസ്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് സെക്ഷൻ 36A, ദാറ്റ് ഈസ് ചാർജസ് ഓൺ മൂവബിൾ ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ബോറോവർ ബൈ ക്രിയേറ്റിംഗ് എ ഗഹാൻ. ഇതാണ് ഇന്ന് ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.